UDF ചർച്ച ചെയ്യാതെ നികുതി കുറയ്ക്കില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മദ്യവുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. രണ്ടാമത് കോൺഗ്രസ് പാർട്ടി നയപരമായ ഒരു തീരുമാനമെടുത്താൽ അത് UDF ചർച്ച ചെയ്ത് അത് അംഗീകരിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, ആ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യും. UDFും കോൺഗ്രസും ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതില്ലാതാക്കാൻ. അതുകൊണ്ട് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ആരും അറിയാതെ നികുതി ഇളവ് കൊടുത്തത് കൈയോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണകൾ പറയുകയാണെന്ന് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. മദ്യ മുതലാളിമാരെ സഹായിക്കുന്ന നയം മാറ്റണമെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. വളരെ വ്യക്തമല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് VD സതീശന്റെ കയ്യിലെത്തുന്നത്? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDFനും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ നിലപാട് വളരെ കൃത്യമാണ്. അതിനെ വെറുതെ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞതാണെങ്കിലും സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യം, ഈ മദ്യത്തിന് നിലവിലുള്ള 251% എന്നുള്ളത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കുന്നത് മദ്യത്തിൻ്റെ വ്യാപനത്തിന് കാരണമാകും. മാത്രമല്ല ഇത് മദ്യമുതലാളിമാർക്ക് വലിയ തോതിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയും. ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ സർക്കാർ തീരുമാനത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് വന്ന 2 പ്രതികരണമാണ്. ഒന്ന് VM സുധീരൻ്റെതും അതോടൊപ്പം ഇപ്പോൾ നേരത്തെ MP പ്രതികരണങ്ങൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും പ്രതികരണങ്ങൾ. അതിന് പുറമെ പ്രതിപക്ഷം ശക്തമായ വിമർശനം തുടരുകയുമാണ്. ഈ വിഷയത്തിൽ VD സതീശൻ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഒറ്റപ്പെട്ടു എന്നല്ലേ ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം കോൺഗ്രസിലും UDFിലും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമായിരുന്നു. പ്രത്യേകിച്ചും മദ്യനയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കാതലായ വിഷയമാണ് നികുതി പരിഷ്കാരം എന്ന് പറയുന്നത്. ആ നികുതി പരിഷ്കാരം മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെ എടുത്തതാണ് ഇപ്പോൾ VD സതീശനെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഒറ്റപ്പെടലിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ VM സുധീരൻ നടത്തിയ പ്രതികരണമാണ് ഏറ്റവും ഗുരുതരമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഈ UDFിൽ ചർച്ച ചെയ്യാത്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ വിവാദം ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമല്ല, മറിച്ച് ധനബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ നികുതി പരിഷ്കാരം അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഏറ്റവും കാതലായ ആവശ്യമാണ് VM സുധീരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് നികുതി ഭേദഗതി പ്രാബല്യത്തിൽ വരണമെങ്കിൽ ധനബില്ലിൻ്റെ ഭാഗമായി അത് നിയമസഭ അംഗീകരിക്കണം. നിയമസഭ അംഗീകരിക്കുന്ന ധനബില്ല് സാധാരണ നിലയിൽ ബജറ്റ് പാസ്സാക്കുമ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനകൾ കൂടി കടന്നാണ് അത് പ്രാബല്യത്തിൽ വരുന്ന നടപടികൾ പൂർത്തിയാകാറുള്ളത്. ഇത് പുതുക്കിയ ബജറ്റ് ആയതുകൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റി പരിഗണിക്കുന്ന ഒഴിവാക്കണമെന്ന അമെൻമെൻറ്റ് ഇന്നലെ തന്നെ നിയമസഭ അംഗീകരിച്ചു. അപ്പോൾ ധനബില്ല് പാസ്സായാൽ ഫലത്തിൽ ഈ നികുതി പരിഷ്കാരം പ്രാബല്യത്തിൽ വരും. അതുകൊണ്ട് തന്നെ നികുതി പരിഷ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിച്ച നിലപാട് ഉചിതമായി നടപ്പിലാക്കണമെങ്കിൽ ധനബില്ലിൽ നിന്ന് തന്നെ അത് ഒഴിവാക്കണം എന്ന ആവശ്യമാണ് ഈ VM സുധീരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാൽ ഉന്നയിച്ച ക്രമപ്രശ്നത്തിലൂടെയും മറ്റും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് പിന്നീട് പുറത്ത് വാർത്താ സമ്മേളനത്തിൽ മറ്റും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സുധീരനും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ധനബില്ല് നിയമസഭയിൽ ജൂലൈ 1 അവതരിപ്പിക്കുമ്പോൾ ഈ ഭേദഗതി നികുതി പരിഷ്കാരം അതിലുണ്ടാകരുത് എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് ഇപ്പോൾ VD സതീശൻ ഉയർത്തുന്ന വാദങ്ങളെ കുറച്ചുകൂടി അദ്ദേഹത്തിന്മേൽ ഒരു കടിഞ്ഞാണിടുന്ന തരത്തിലുള്ള ഒരു നീക്കമായി മാറുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും UDFിൽ ചർച്ച ചെയ്യാം, നയപരമായ തീരുമാനമെടുക്കാം. അത്തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒരു വശത്ത് നടക്കുമ്പോഴും ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന VM സുധീരൻ്റെ പ്രതികരണം
പ്രതികരണമാണ് ഏറ്റവും ഗുരുതരമായ പ്രസ്താവന. സർക്കാരിനെ ഫലത്തിൽ വി.ഡി. സതീശനെ കൂച്ചുവിലം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമായി അത് മാറുകയാണ്. ശ്രീജിത്ത്, ഇത് വി.എം. സുധീരന്റെ ഈ പ്രതിപക്ഷ ശബ്ദത്തിന് പാർട്ടിക്കകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും പിന്തുണയുണ്ടാകും? വി.എം. സുധീരന്റെ ഇത്തരത്തിലൊരു പ്രതിപക്ഷ ശബ്ദത്തിന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അതേ സ്വരം വി.എം. സുധീരൻ ആവർത്തിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും അദ്ദേഹത്തിന് കാര്യമായ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളും മറ്റും പങ്കുവെക്കുന്ന വിമർശനങ്ങൾ നമ്മൾ വായിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. വി.എം. സുധീരൻ 2011-2016 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചതുപോലെ ഉള്ളൊരു സമീപനത്തിലേക്ക് പോകുകയാണ് എന്ന വിമർശനമാണ് ഈ സൈബർ ഹാൻഡിലുകളിൽ ഉയരുന്നത്. എന്നാൽ വി.ഡി. സതീശനുമായി ഉമ്മൻചാണ്ടിയോടുണ്ടായിരുന്നൊരു ബന്ധമല്ല വി.എം. സുധീരൻ ഉണ്ടായിരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോഴാണ് സുധീരൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കുറച്ചുകൂടി ശക്തിയുണ്ട്, അല്ലെങ്കിൽ സുധീരൻ ഒരു തിരുത്തൽ ശക്തിയായി മാറുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിക്കുന്ന അവിടെയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു കിടമത്സരത്തിൽ, കോൺഗ്രസിനകത്ത് നടന്ന മത്സരത്തിൽ വി.എം. സുധീരനാണ് വി.ഡി. സതീശന് വേണ്ടി ഏറ്റവും ശക്തമായി നിലയുറപ്പിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ എത്തി ഹൈക്കമാൻഡിനെ കണ്ടതിൻ്റെ അഭിപ്രായം പറഞ്ഞു. പുറത്തും സതീശൻ തന്നെയാണ് ആ മുഖ്യമന്ത്രിയാകേണ്ടതെന്ന കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച സുധീരൻ തന്നെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ അതിന് പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടും. നേരത്തെയും സുധീരൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടിയ സ്വീകാര്യതയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും UDF-ന് പിന്നീട് വിനയായി മാറിയത്. അപ്പോൾ സുധീരൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും എതിർപ്പ് നേരിട്ടാൽ പോലും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും അതിൻ്റെ സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് മറുവശം. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.